ആദ്യം തന്നെ ഒരു ഡീപ് ബ്രെത്ത് എടുക്കാം. സ്നിഫ് സ്നിഫ്. അയ്യോ, ഇത് പെർഫ്യൂം അല്ല, ഇത് പ്യോർ പ്ലാസ്റ്റിക് മണമാണ് സുഹൃത്തുക്കളെ. 200 രൂപയ്ക്ക് താഴെ കിട്ടുന്ന ബാഗാണെങ്കിൽ ഈ സ്മെല്ല് ഒരു കോംപ്ലിമെന്ററി ഗിഫ്റ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു. ശരി, ഇപ്പോൾ ഒഫീഷ്യലി അൺബോക്സിംഗ് ടൈമാണ്. കത്രയോ റെഡി? ബൈ ദ വേ, ഹായ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യുന്നത് 200 രൂപയ്ക്ക് താഴെ വില വരുന്ന ഒരു സൈഡ് ബാഗാണ്. ഓർഡേർഡ് ഫ്രം ഫ്ലിപ്കാർട്ട്. ക്യാഷ് ഓൺ ഡെലിവറി ആണ് ഞാൻ യൂഷ്വലി എടുക്കാറ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഓൾറെഡി പേ ചെയ്തു. അതെ, ധൈര്യം കാണിച്ചു. ഓക്കെ, ബാഗ് ഫൈനലി എൻ്റെ കയ്യിൽ. കളർ നോക്കിയാൽ ഒരു ബേജ് അല്ലെങ്കിൽ ഒരു ടാൻ കളർ ടൈപ്പാണ്. നല്ല സിമ്പിൾ ലുക്കാണ്. മെറ്റീരിയൽ പറയുകയാണെങ്കിൽ എനിക്കത് മെറ്റീരിയൽ എന്താണെന്നൊന്നും പറയാറില്ല. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ലെതർ ലുക്കൊക്കെ പ്രതീക്ഷിച്ചാൽ ഡിസപ്പോയിൻമെൻ്റ് ആവും. ഇത് ഒരു സിംഗിൾ കമ്പാർട്ട്മെൻറ്റ് ബാഗാണ് കേട്ടോ. ഒരേ ഒരു അറ മാത്രമേ ഉള്ളൂ. പുറത്തൊക്കെ പോകുമ്പോൾ അത്യാവശ്യം ഐറ്റംസ് ഇതിൽ ഫിറ്റ് ആകുള്ളൂ. ഹെവി ഐറ്റംസ് അവോയ്ഡ് ചെയ്യണതാണ് സേഫ്. സ്ട്രാപ്പ് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ടോൾ ആണെങ്കിലും ഷോർട്ട് ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പ്രാക്ടിക്കൽ ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ എൻ്റെ വാട്ടർ ബോട്ടിൽ എടുത്ത് നോക്കാം. ബോട്ടിൽ കയറി, പക്ഷെ ബാഗ് പറയുന്നുണ്ട് എന്നെ ടോർച്ചർ ചെയ്യല്ലേ. ഓക്കെ, ഇത്ര ഐറ്റംസ് വെച്ചിട്ട് ഒരു മിനി ഫാഷൻ ഷോ ആയാലോ? കാഷ്വൽ ലുക്ക്, ലോക്കൽ ഷോപ്പ് റൺ, ക്വിക്ക് ഔട്ടിങ്, അതിനൊക്കെ ഓക്കെയാണ് കേട്ടോ. ഓണസ്റ്റ്ലി പറഞ്ഞാൽ 200 രൂപയ്ക്ക് താഴെ പ്രൈസൊക്കെ നോക്കുമ്പോൾ ക്വാളിറ്റി അക്സെപ്റ്റബിൾ ആണ്. ലോങ് ടേം ഹെവി യൂസൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നിരാശയായിരിക്കും. ബട്ട് ലൈറ്റ് യൂസിന് ഫൈനാണ് കേട്ടോ. സ്മെല്ലുണ്ടോ? ഉണ്ട്. ലക്ഷറി ഫീൽ ഉണ്ടോ? ഇല്ല. വർക്ക് ചെയ്യുന്ന ബാഗാണോ? അതെ. ബഡ്ജറ്റ് ബാഗൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഫോളോ ചെയ്യൂ. നെക്സ്റ്റ് അൺബോക്സിംഗ് വീഡിയോയിൽ സ്മെല്ല് കുറവായ ഐറ്റം ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ ബൈ.